ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। हरि ओम। ഭഗവത്ഗീത നാലാമത്തെ അധ്യായം 12ാമത്തെ ശ്ലോകം. കാംക്ഷന്തഃ കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർ ഭവതി കർമ്മജ. കർമ്മണാം കർമ്മങ്ങളുടെ, സിദ്ധിം സാഫല്യം, കാംക്ഷന്തഃ ആഗ്രഹിക്കുന്ന, ഇഹ ഈ ലോകത്തിൽ, ദേവതാഹ ദേവന്മാർ, യജന്തെ ആരാധിക്കുന്നു, ഹി കാരണം, മാനുഷേ മനുഷ്യ, ലോകെ ലോകത്തിൽ, ക്ഷിപ്രം പെട്ടെന്ന് എളുപ്പത്തിൽ, കർമ്മജ കർമ്മം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ കർമ്മം കൊണ്ടുണ്ടാകുന്ന, സിദ്ധിഹി സാഫല്യം, ഭവതി ലഭിക്കുന്നു. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അജ്ഞാനം കൊണ്ട് ഞാൻ ചെയ്യുന്നു കർത്തൃത്വഭാവം, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നു ഭോക്തൃത്വഭാവം എന്നുള്ള രണ്ട് ഭാവങ്ങൾ ഉണ്ടാവുന്നു. അജ്ഞാനം കാരണമാണ് ഈ രണ്ട് ഭാവം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാവം ഉണ്ടാവുമ്പോൾ ഈ ഭാവങ്ങളിലൂടെ കർമ്മം ചെയ്താലോ കർമ്മഫലങ്ങളെ അനുഭവിച്ചാലോ അതിന് മറ്റൊരു കർമ്മഫലം ഉണ്ടാവും. അതായത് ഞാനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്നുള്ള വിചാരം കൊണ്ട് ഒരു വ്യക്തി കർമ്മം ചെയ്താൽ ആ കർമ്മത്തിന് ഫലമുണ്ടാവും. ആ ഫലം ആ വ്യക്തിയെ ബന്ധനത്തിൽ കൊടുക്കും. നല്ല കർമ്മമാണെങ്കിൽ നല്ല ഫലമുണ്ടാവും. ആ നല്ല ഫലമും ഒരു ബന്ധനം തന്നെയാണ്. അതല്ല ചീത്ത കർമ്മമാണ് ചെയ്തെങ്കിൽ ആ ചീത്ത കർമ്മത്തിനും ഫലമുണ്ടാവും, അതും ബന്ധനം തന്നെയാണ്. ഈ കർമ്മഫലം അതിൽ രണ്ട് തരത്തിലുള്ള കർമ്മഫലമുണ്ട്. കർമ്മ ഫലങ്ങളെ കുറിച്ച് തത്വബോധ എന്നുള്ള ഗ്രന്ഥത്തിൽ ഭഗവത്പാദ ശങ്കരാചാര്യ ദേവൻ ലളിതമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കർമ്മഫലം അതിൽ രണ്ട് തരത്തിലുള്ള കർമ്മഫലമാണ്. അതായത് ഈ ലോകത്തിൽ തന്നെ കർമ്മഫലം തീർക്കാൻ പറ്റുന്ന കർമ്മഫലം, ഈ ലോകത്തിൽ തന്നെ, അതായത് ഈ ജനിക്കുന്ന ലോകം, ഇതിനെ മർത്യലോകം എന്ന് പറയും. മർത്യലോകം എന്ന് വെച്ചാൽ ഇവിടെ മരണമുണ്ട്, അതുകൊണ്ടാണ് അതിന് മർത്യലോകം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ഫലം തരുന്ന കർമ്മഫലങ്ങളുണ്ട്. അപൂർവം ചില കർമ്മഫലങ്ങൾ ഈ ലോകത്തിലല്ല അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നത്, അത് വേറെ ലോകങ്ങളിലാണ്. ഇന്ദ്രലോകം, വരുണലോകം എന്നൊക്കെ. അപ്പോ കർമ്മങ്ങൾ മൂന്ന് തരത്തിലാണ് ഉള്ളത്. ഒന്ന്, ഈ കർമ്മത്തിനെ ഉപമിച്ചിരിക്കുന്നത് അമ്പും വില്ലുമായിട്ടാണ് ഭഗവാൻ ശ്രീ ശങ്കരാചാര്യ ദേവൻ. എങ്ങനെയാണത്?
കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കർമ്മഫലങ്ങളുടെ സഞ്ചയം, അതിൻ്റെ കൂട്ടായ്മ, അത് ഈ വില്ലൊക്കെ വയ്ക്കാനുള്ള അമ്പൊക്കെ വയ്ക്കാനുള്ള അതിന് തുനീരം എന്ന് പറയും. അതാണ് അത്. യോദ്ധാക്കൾ അവര് അമ്പൊക്കെ വയ്ക്കാനുള്ള ഒരു പാത്രം പോലത്തെ ഒന്ന്, കൊട്ട പോലത്തെ ഒന്ന് ഉപയോഗിക്കും. അതാണ്. അതിൽ കുറേ അമ്പുകളുണ്ടാവും. അത് കർമ്മങ്ങളുടെ കൂട്ടായ്മയാണ്. അതിനെ സഞ്ചിത കർമ്മം എന്ന് പറയും. അതായത് ഈ കർമ്മങ്ങൾ എല്ലാം ചേർന്ന് ഇരിക്കുന്നത്. പിന്നെ വില്ലിൽ ഒരു അമ്പിനെ കയറ്റി വയ്ക്കും. അത് അമ്പ് വിടുന്നതിന് മുമ്പുള്ളതാണ്. അതിനെ ആഗാമി കർമ്മം എന്ന് പറയും. എന്ന് വെച്ചാൽ തൊട്ടടുത്ത് വരാൻ പോകുന്ന ജന്മത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കർമ്മഫലം. പിന്നെ ഈ ജന്മത്തിൽ, നിലവിലുള്ള ജന്മത്തിൽ, ഈ അമ്പിൽ നിന്ന് ഒരു വില്ലിനെ വിട്ടു എന്ന് വെച്ചാൽ അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ആ വില്ലാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ. അതിനെ പ്രാരബ്ധ കർമ്മം എന്ന് പറയും. അപ്പൊ ഈ കർമ്മങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ പറ്റിയ സ്ഥലം മർത്യലോകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നു, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അതായത് പുണ്യങ്ങളൊക്കെ, പുണ്യകർമ്മങ്ങൾ, പുണ്യകർമ്മം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ രണ്ടാം തരത്തിലുള്ള കർമ്മങ്ങൾ, അതായത് ഈ ലോകത്തിലല്ലാതെ വേറെ ലോകത്തിൽ കർമ്മഫലം അനുഭവിക്കുന്ന കർമ്മങ്ങൾ. ഇന്ദ്രലോകത്തിലാവാം, അല്ലെങ്കിൽ വരുണ ലോകത്തിലാവാം, അങ്ങനെ. അപ്പൊ അത് പുണ്യകർമ്മമാണ്. ഒരുപാട് പുണ്യകർമ്മം ചെയ്താൽ ഒരു വ്യക്തി വരുണ ഭഗവാനാകണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഓരോ വകുപ്പിന്റെ മന്ത്രി പോലെയാണ്. അപ്പോൾ ഒരു തുറമുഖ മന്ത്രി, അപ്പൊ അതുപോലെ വരുണ ഭഗവാൻ. ഒരുപാട് പുണ്യകർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ വ്യക്തി വരുണ ഭഗവാൻ, എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വരുണ ഭഗവാനായിരിക്കുന്നു. പിന്നെ ആ പുണ്യകർമ്മം അവസാനിക്കുമ്പോൾ, ആ പുണ്യകർമ്മ ഫലം അവസാനിക്കുമ്പോൾ വീണ്ടും ഈ മർത്യ ലോകത്തിൽ ജനിക്കുന്നു. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അതായത് മർത്യ ലോകത്തിൽ അധപതിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇവിടെ വീഴുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ കാരണം? കാരണം ഈ മർത്യലോകത്തിലാണ് കർമ്മഫലം പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റുന്നത്. കർമ്മഫലങ്ങളുടെ സാഫല്യം എന്ന് പറഞ്ഞാൽ കർമ്മഫലം നമുക്ക് കിട്ടും, അതിൻ്റെ ഫലം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ആ ഫലത്തിനെ നമുക്ക് തീർക്കാൻ പറ്റും. അത് ഈ മർത്യലോകത്തിൽ മാത്രമാണ് അങ്ങനെ പെട്ടെന്ന് കർമ്മഫലം തീർക്കാൻ പറ്റുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, കർമ്മനാം സിദ്ധിം കാങ്ക്ഷന്തഃ. ഈ ലോകത്തിൽ ആരൊക്കെയാണോ കർമ്മങ്ങളുടെ സാഫല്യം ആഗ്രഹിക്കുന്നത് അവരെന്ത് ചെയ്യുന്നു? ദേവതാഹ യജന്തെ. അവര് ഇഹലോകെ, ഇഹ എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ, ഇഹ ദേവതാഹ യജന്തെ. അവര് ദേവൻ ദേവിമാരനെ ആരാധിക്കുന്നു. കാരണം മാനുഷേ ലോകെ ക്ഷിപ്രം കർമ്മജാ സിദ്ധി ഭവതി. മനുഷ്യലോകത്തിലാണ് കർമ്മത്തിന്റെ സാഫല്യം കിട്ടുന്നത്. ഇവിടെയാണ് കർമ്മത്തിലൂടെ വിജയം കിട്ടുന്നത്, അല്ലെങ്കിൽ കർമ്മത്തിന്റെ സാഫല്യം ഇവിടെയാണ് കിട്ടുന്നത്. കർമ്മം ജയിക്കുന്നത് ഇവിടെയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്?
ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഈ ലോകത്തിൽ ഇപ്പോൾ ഇക്കാലത്തിൽ എല്ലാവർക്കും എല്ലാം പെട്ടെന്ന് വേണം. ഇൻസ്റ്റൻറ്റ് കോഫി, ഇൻസ്റ്റൻറ്റ് ടീ, ഇൻസ്റ്റൻറ്റ് മാരേജ്, ഇൻസ്റ്റൻറ്റ് ഡൈവോഴ്സ്, എല്ലാം ഇൻസ്റ്റൻറ്റ്, എല്ലാം പെട്ടെന്ന് വേണം. അപ്പോൾ അവർ വന്ന് അങ്ങനെ പറയും മെഡിറ്റേഷൻ പഠിക്കണമെന്ന്. 2 ദിവസം വരും, എന്നിട്ട് 3-ാമത്തെ ദിവസം ഒന്നും സംഭവിക്കുന്നില്ലല്ലോ സ്വാമിജി, എന്ത് സംഭവിക്കാനാ? അപ്പം നിങ്ങൾക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ടോ? അത് നിങ്ങൾ ധ്യാനം എന്ന് വിചാരിക്കുന്നുണ്ടോ? അതെ. പിന്നെ അതിനേക്കാളും കൂടുതൽ എന്ത് സംഭവിക്കാനാ? ഇക്കാലത്ത് ഉറക്കം തന്നെ ആർക്കും കിട്ടുന്നില്ല. അതിനെല്ലാവരും പോയി മരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നു. അപ്പോൾ ധ്യാനിക്കുന്നു എന്ന് വിചാരിച്ച് ഉറങ്ങുന്നില്ലേ? അതന്നെ വലിയ നേട്ടമല്ലേ? അങ്ങനെ പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവില്ല. അയ്യോ, പെട്ടെന്ന് എന്തെങ്കിലും ഇങ്ങനെ ഒരു വെട്ടം കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുണ്ടലിനി ജാഗൃതമാകും, അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് കാര്യങ്ങൾ വേണം. പക്ഷേ ആത്മീയ ജീവിതത്തിൽ പുരോഗമിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ഷമ വേണം. ക്ഷമയാണ് ധീരഃ, ധൈര്യഃ എന്നൊക്കെ പലതരത്തിൽ ഉപനിഷത്ത് പറയുന്നു. ആ കശ്ചിത് ധീരഃ പ്രത്യഗാത്മൻ നൈക്ഷൻ ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ഛൻ. അപ്പോൾ കശ്ചിത് ധീരഃ, ആരോ ഒരു ധൈര്യമുള്ള ക്ഷമയുള്ള വ്യക്തി. അപ്പം അങ്ങനെ ധീര എന്നുള്ള ആ ഗുണം വേണം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനത്തെ വ്യക്തിക്ക് ശരിക്കും കർമ്മഫലം അതിൽ താല്പര്യം ഉണ്ടാവില്ല. ആത്മീയ നേട്ടങ്ങൾ, അതായത് എൻ്റെ സ്വരൂപം എന്താണ്, ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്, ഈ ജന്മ മരണ ചാക്രിക അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് മുക്തനാവേണ്ടത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരിക്കലും ഈ ലോകത്തിൽ കർമ്മങ്ങൾ വിജയിക്കണം അല്ലെങ്കിൽ കർമ്മസാഫല്യം പ്രാപിക്കണം എന്നൊരിക്കലും ആഗ്രഹിക്കില്ല. അപ്പോൾ നേരെ മറിച്ച് അത് വളരെ അപൂർവ ആൾക്കാരെ അങ്ങനെ ആഗ്രഹിക്കാതിരിക്കുള്ളൂ. നേരെ മറിച്ച് ബാക്കി ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഈ ലോകത്തിൽ കർമ്മങ്ങളൊക്കെ അതിൻ്റെ സാഫല്യം അത് ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ത് ചെയ്യും? ആ വ്യക്തി എനിക്ക് ഞാൻ ചെയ്ത കർമ്മം നന്നാവണേ എന്ന് ദേവന്മാരുടെ അടുത്തും ദേവിമാരുടെ അടുത്തും പ്രാർത്ഥിക്കും. അതാണ് ഇവിടെ. അപ്പം അത് നമുക്ക് കാണാമല്ലോ, ഏത് അമ്പലത്തിൽ പോയാലും ഇതല്ലേ പ്രാർത്ഥന, നേർച്ച. ഇങ്ങനെ അവർ നേർച്ച ഉണ്ടാവും. എൻ്റെ മകൻ SSLC-യിൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ ഇത് ചെയ്യുന്നു. എന്നിട്ട് അവസാനം അത് നേർച്ച എന്തെങ്കിലും ഒന്നുണ്ടാവും, പിന്നെ അവസാനം വേറെ എന്തെങ്കിലും ആവും, അങ്ങനെയൊക്കെ. അതപ്പോൾ സാമ്പത്തിക ശേഷി അനുസരിച്ച് അതൊക്കെ മാറും. പക്ഷെ അങ്ങനെ ഓരോ അമ്പലങ്ങളിലും പോയാൽ അതാണ്, ഇത് കൊടുത്താൽ എനിക്ക് ഇത് ഞാൻ നിനക്കിത് തരാം. അതാണ് വിവേകാനന്ദ സ്വാമിയോട് പറയുന്നത് ഷോപ്പ് കീപ്പിംഗ് റിലീജൻ. അപ്പോൾ ഈ ലോകത്തിൽ ആരൊക്കെയാണോ ഫലം ആഗ്രഹിക്കുന്നത്, അവരുടെ കർമ്മം വിജയിക്കണം എന്നാണ് ആരാണോ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവരൊക്കെ പല രീതിയിലുള്ള ദേവൻ ദേവിമാരെ ആരാധിച്ചുകൊണ്ട് ആ കർമ്മത്തിൽ വിജയം അല്ലെങ്കിൽ സാഫല്യം പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ ലോകത്തിൽ കർമ്മഫലം അല്ലെങ്കിൽ കർമ്മ സാഫല്യം പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും, ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ എത്രയോ ദിവസമായിട്ട് 1 കോടി രൂപ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഈ ലോകത്തിൽ പെട്ടെന്ന് കിട്ടും എന്നങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇത് ആത്മീയ നേട്ടങ്ങളിനെ വെച്ച് ഉപമിക്കുമ്പോൾ, അതോട് ഉപമിക്കുമ്പോൾ കർമ്മഫലം അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ സാഫല്യം അത് എളുപ്പത്തിൽ കിട്ടും എന്നാണ്. ആത്മീയ നേട്ടങ്ങളിനേക്കാളും ഇത് കിട്ടും എന്നാണ്. അപ്പൊ ഇവിടെ ആത്മജ്ഞാനമല്ല ആൾക്കാർ തിരയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പലരും വിചാരിക്കും ഇതുപോലെ, ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ആത്മീയ ജീവിതം എടുക്കാമെന്ന്. ഞാൻ വൃന്ദാവനിലുണ്ടായിരുന്നു 4 വർഷം 3 മാസം. അപ്പോൾ ഒരു ദിവസം നോക്കുന്നു, രാജസ്ഥാനിൽ ഒരു ഒരു പയ്യൻ വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ സ്വാമിമാർക്കൊക്കെ ആരെങ്കിലും ബ്രഹ്മചര്യമൊക്കെ ആവുന്നതെന്ന് വെച്ചാൽ ആദ്യം ചിലപ്പം വേണമെങ്കിൽ കുറച്ച് അവർ നിരുത്സാഹിക്കും, കുറച്ച് അവരിനെ ഇങ്ങനെ ഇത് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരുപാട് ഉത്സവം. അപ്പോൾ ഒരു സ്വാമിജി എന്ത് ചെയ്തു, ഉടൻ തന്നെ ആ ചെക്കന് ഒരു വെള്ള വസ്ത്രമൊക്കെ അപ്പം തന്നെ തുന്നി, വെള്ള ഷർട്ട് പിന്നെ മുണ്ട് അതൊക്കെ ഇട്ട് ആ ബ്രഹ്മചര്യ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം സ്വാമിജിക്ക്. അപ്പോൾ ഈ വ്യക്തി ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുമ്പ് അവിടെ അമ്പലമുണ്ട്, വൃന്ദാവനിൽ വലിയ അമ്പലം ആശ്രമത്തിൽ. അപ്പോൾ വലിയ ഹോസ്പിറ്റലുമാണ്, അമ്പലമാണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ മഠത്തിലെങ്ങനെ ചേരുന്നു, എന്താണ് പുസ്തകം വായിച്ചത്, എങ്ങനെയാണ് സ്വാമിജിനെ മനസ്സിലാക്കിയതെന്നൊക്കെ പൊതുവെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, അല്ല അതല്ല, ഞാനിങ്ങനെ IAS പരീക്ഷന് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, എത്ര വർഷം പഠിച്ചു? 5 വർഷം പഠിച്ചു. IASൽ 2 പരീക്ഷ ഉണ്ടാവുമല്ലോ, ഒന്ന് പ്രിലിം പിന്നെ ഒന്ന് മെയിൻ, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പം ഞാൻ ചോദിച്ചു, എത്ര വർഷം പഠിച്ചു? 5 വർഷം. എത്ര പരീക്ഷ പാസ്സായി? ഒരു പരീക്ഷയും പാസ്സായിട്ടില്ല. 5 വർഷം വെറുതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ അപ്പോൾ IAS ക്ലിയർ ചെയ്തില്ല? അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെ ഈ ആത്മീയ ജീവിതത്തിലേക്ക് വന്നു? അവർ പറഞ്ഞു, ഇതിപ്പോൾ ആർക്കും ആവാമല്ലോ, IAS അല്ല ബുദ്ധിമുട്ട്, ഇതാർക്കും ആവാന്ന്. ഞാൻ പറഞ്ഞു, അവിടെ തെറ്റി. IAS ആർക്ക് വേണമെങ്കിലും പാസ് ചെയ്യാം, പക്ഷെ ഈ ആത്മീയ ജീവിതം നയിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതാണ് ഈ ശ്ലോകം ഇവിടെ പറയുന്നത്. ലോകത്തിൽ നമുക്ക് സാഫല്യം കിട്ടും. പലരും ഈ പ്രണയ തോൽവി, പിന്നെ ഇങ്ങനെ വൈവാഹിക ജീവിതം തോൽവി, കച്ചവടം തോൽവി, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആദ്യം വരുന്നത് ആശ്രമത്തിലേക്കായിരിക്കും. അതൊന്നും പറ്റിയില്ല, ഞാൻ എല്ലാം കഴിഞ്ഞ് സന്യാസിയാകാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അതൊരിക്കലും പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. എത്രയോ IAS ആവാം, എത്രയോ വലിയ വലിയ സ്ഥാപനം, കച്ചവട സ്ഥാപനം തുടങ്ങാം. പക്ഷേ ഈ ലോകം മൊത്തം ഉപേക്ഷിച്ച് എനിക്ക് എൻ്റെ സ്വരൂപജ്ഞാനം മാത്രം വേണം, അല്ലെങ്കിൽ ഭഗവാനെ മാത്രം ഞാൻ അറിയണം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് കഠോപനിഷത്ത് എല്ലാവരും വായിക്കണം എന്ന്. അപ്പോൾ കഠോപനിഷത്തിൽ നച്ചികേതസിൻ്റെ അടുത്ത്, നച്ചികേതസ് എന്ന് പറഞ്ഞ ഒരു 12 വയസ്സുള്ള പയ്യനാ. ആ പയ്യൻ്റെ അടുത്ത് സ്വയം യമധർമ്മരാജാവ്, വേറെ ആരും ഒന്നല്ല, യമധർമ്മരാജാവ് തന്നെ പറയുന്നു, എത്ര വേണമെങ്കിലും ഭൂമി വെച്ചോ, എത്ര പെണ്ണുങ്ങൾ വേണോ എടുത്തോളൂ, എത്ര സ്ത്രീകൾ വേണമെങ്കിലും എടുത്തോളൂ, എത്ര അപ്സരസ് വേണമെങ്കിലും എടുത്തോളൂ, എത്ര രഥം, എത്ര കുതിര, ആന, സ്വർണം, എന്ത് വേണമെങ്കിലും എടുത്തോളൂ, എത്ര വർഷങ്ങൾ ജീവിക്കണോ ജീവിച്ചോ, കുഴപ്പമില്ല. പക്ഷെ ഈ മരണം കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നുള്ളത് മാത്രം എടുത്തു വെക്കേണ്ടത്. അപ്പൊ ഈ നച്ചികേതസ് പറയുന്നു, എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതിയെന്ന്. അപ്പൊ അത് അത്രയ്ക്കും അനാസക്തരായിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. ഇപ്പൊ ഇത് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും, എനിക്കും അങ്ങനെ ഒന്നും വേണ്ടാന്ന്. കാരണം നമുക്ക് സമ്പൂർണ്ണ വിശ്വാസമാണ് ഈ സ്വാമിജിക്ക് അതൊന്നും തരാനൊന്നും ശക്തിയൊന്നും ഇല്ലാന്ന്. ഇനി അഥവാ സ്വാമിജിക്ക് തരാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ പിന്നെ ആര് ഇതൊക്കെ കേൾക്കും? അപ്പൊ പറയാ, എനിക്കൊന്ന് ഒരു 100 കോടി ഉണ്ടായിരുന്നാൽ മതി, എങ്ങനെയെങ്കിലും ഞാൻ തട്ടിമുട്ടി ജീവിച്ചോളാന്ന്. അപ്പൊ 100 കോടി, ഒരു നല്ല വീടൊക്കെ ഉണ്ടായിരുന്നാൽ മതി, നല്ലൊരു അത്ര മോശം സ്ഥലത്തല്ല, ഒരു മുംബൈയിൽ 2 ഫ്ലാറ്റ്, ഒന്ന് ഡൽഹിയിൽ, ഒന്ന് പിന്നെ നാട്ടിൽ 2-3 ഉണ്ടായിരുന്നാൽ മതി, അതിൽ ഞാൻ എങ്ങനെയെങ്കിലും സംതൃപ്തനായിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ. ഇപ്പൊ ഈ പറയുന്ന ആൾക്ക് ഇതൊന്നും തരാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതൊന്നും വേണ്ട സ്വാമിജി, എനിക്ക് ഭഗവാനെ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ എങ്ങനെ മനസ്സിലാക്കും ഇത് പറയുന്നത് ശരിയാണോ എന്ന്? ഉള്ളത് എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അപ്പൊ മനസ്സിലാവും. ശരി, നിങ്ങൾക്ക് ഒന്നും വേണ്ട, പക്ഷെ ഉള്ളത് എടുത്തോട്ടെ, നിങ്ങളുടെ വീട് ഒന്ന് തരുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ അവരൊക്കെ മാറ്റി വെക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോ മനസ്സിലാവും, അയ്യോ അതെങ്ങനെ അവരൊക്കെ വേണ്ടെന്ന്. അപ്പോ അതാണ്, ഈ ലോകത്തിൽ ശരിക്കും കർമ്മത്തിൽ സാഫല്യം നേടാൻ പറ്റും. പക്ഷേ ആത്മീയ ജീവിതത്തിൽ സാഫല്യം, അതായത് ആത്മീയ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായ
ഭഗവത് ദർശനം അല്ലെങ്കിൽ ആത്മദർശനം അത് നേടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ ലോകത്തിൽ അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്, പിന്നെ ഈ കലിയുഗത്തിൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. കുറച്ചിപ്പോൾ ഇവിടെ കോഴിക്കോടിൽ 3 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ ഇന്നലെയും സ്കൂളൊക്കെ അവധി പറഞ്ഞു, ഇന്നും അവധി പറഞ്ഞു. ഈ സർക്കാർ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരുന്ന പിന്നെ സ്കൂൾ തുറക്കേയില്ല. എന്തോ ഒരു അവധിയൊക്കെ പറഞ്ഞിട്ട് ഇതെങ്ങനെ ഇരിക്കുക, എല്ലാവരും ആഘോഷിച്ചിരിക്കുക. അപ്പം നമ്മൾ കുറച്ച് കാലാവസ്ഥ മാറിയാൽ തന്നെ നമ്മുടെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റുന്നില്ല. കുറച്ച് നമ്മൾ ഭക്ഷണം മുന്നപ്പിന്നായാൽ തന്നെ താങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് കുറച്ച് ആരെങ്കിലും ശകാരിച്ചാൽ നമുക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. കുറച്ച് ആരെങ്കിലും പ്രശംസിച്ച് പറഞ്ഞാലും അപ്പം നമ്മൾ അങ്ങനെ പറക്കാൻ തുടങ്ങും. അപ്പം ഇങ്ങനെയാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, കൊലീത്തെ ഒന്നോ ഗതോ പ്രാൺ. അതായത് ബംഗാളിയിൽ പറയുന്നതാണ്, കലിയുഗത്തിൽ ഭക്ഷണത്തിനെ ആശ്രയിച്ചാണ് പ്രാണൻ. ജീവിതം ഭക്ഷണത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ വലിയ തപസ്സൊന്നും ഇരിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരു തപസ്, രാവിലെ ചായ കുടിക്കുന്നില്ല എന്നുള്ളത് വലിയ നോൻപായി പോയി. ചില ആൾക്കാർ ഈ നോൻപൊക്കെ ഇരിക്കുമ്പോൾ അവർ ശരിക്കും കുറച്ച് രുചിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നോൻപിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്രയും വേറെ വേറെ പല രീതിയിലുള്ള വിഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതവർ കഴിച്ച് ആഘോഷിക്കും. അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ നേരം ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കാൻ പറ്റില്ല. കൂടുതൽ നേരം ഒരു പുസ്തകം വായിക്കാൻ പറ്റില്ല. അങ്ങനെ ശരീരത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. ഇത് കലിയുഗമൊന്നും നമ്മൾ പോകണ്ട, ഏതെങ്കിലും ഒരു മ്യൂസിയം പോയാൽ മതി, നമുക്കൊന്ന് മനസ്സിലാവും. ഇപ്പോൾ പഴയ കാലത്തെ ഈ ബ്രിട്ടീഷുകാർ, ഏതെങ്കിലും എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് എന്ന് പറയുമ്പോൾ ഈ 1700 അങ്ങനത്തെ സമയമല്ല വന്നത്. അപ്പോൾ ആ സമയം വന്ന ബ്രിട്ടീഷ്, അവരുടെ മ്യൂസിയം കണ്ടാൽ തന്നെ കാണാം. അന്നത്തെ കാലത്ത് ഭാരത ഭടന്മാര്, സോൾജേഴ്സ്, അവർ ധരിച്ചിരുന്ന വസ്ത്രം കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. എന്താണ് അതിൻ്റെ പൊക്കം, എന്താണ് അതിൻ്റെ വലിപ്പം. ഇപ്പോൾ ആർക്കും അത് ധരിക്കാൻ പറ്റില്ല. എന്ത് ഭാരമാണ് അതിനുള്ളത്. അതൊക്കെ അന്ന് ധരിച്ചിരുന്നു. ഈ വഡോദര എന്ന് പറയുന്ന ബറോഡയിൽ അവിടെ ഉള്ള കൊട്ടാരം, അത് ഈ രാജ്യത്ത് വെച്ച് തന്നെ വലിയ കൊട്ടാരങ്ങളിൽ, ലോകത്ത് വെച്ച് തന്നെ വലിയ കൊട്ടാരങ്ങളിൽ ഒന്നാണ്. അവിടെ പോയി അവിടെ മ്യൂസിയം നമുക്ക് കാണാം. അവിടെ ഉള്ള രാജകുമാരിയുടെ മകള്, റാണിയുടെ മകള് രാജകുമാരി, അവര് നമ്മുടെ രാമകൃഷ്ണ മിഷന്റെ ഡിവോട്ടിയാണ്, മന്ത്രദീക്ഷ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയാൽ അവർ വളരെയധികം സൽക്കരിക്കും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ പോയാൽ നമുക്ക് കാണാം എന്ത് വലിയ വാളൊക്കെയാണ്, നമുക്ക് പൊക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ പൊക്കിക്കൊണ്ടാണ് ഈ കുറച്ച് വർഷം മുമ്പ്, ഒരു 100 വർഷം മുമ്പ് വരെയും ഇതൊക്കെ പൊക്കിക്കൊണ്ട് യുദ്ധം ചെയ്തു. അപ്പൊ അന്ന് അത്രയ്ക്കും കായിക ബലം ഉണ്ടായിരുന്നു. 100-150 വർഷത്തിൽ തന്നെ അതൊക്കെ അവിടെ പോയി കാണാതെ പോയി. ഇപ്പൊ എല്ലാവർക്കും എല്ലാ ബലം ഈ വിരൽ തുമ്പിലാണ്. കാരണം അതാണല്ലോ ചെയ്യുന്നത്. ഈ മൊബൈലിൽ ഇരുന്ന് ഇപ്പൊ നോക്കിയാലും കുത്തിക്കൊണ്ടിരിക്കല്ലേ. അപ്പോ ആ കായിക ബലം ഇങ്ങനെ കുറവായിക്കൊണ്ടേ വരുന്നു. പിന്നെ നമ്മൾ വിചാരിക്കുന്ന മസ്തിഷ്ക ബലം ഉണ്ടെന്ന്, എവിടെ പോയി. അന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒരു പീടികയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചാൽ മനസ്സിൽ തന്നെ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാൽക്കുലേറ്റർ ഇല്ലാതെ ആ പീടികയിലുള്ള ആൾക്കും ചെയ്യാൻ പറ്റില്ല, വാങ്ങിക്കുന്ന ആൾക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മസ്തിഷ്ക ബലവും പോയി, എല്ലാം പോയി. അങ്ങനെ ബലം കുറവായിക്കൊണ്ടേ വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും ആത്മീയ ജീവിതം എന്നുള്ളത് സങ്കല്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, പ്രാണനല്ല, ബുദ്ധിയല്ല, ആനന്ദമയ കോശമല്ല എന്ന് വിചാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ആൾക്കാർ വിചാരിക്കോ ഇത് വട്ടുപിടിച്ചെന്ന് തോന്നുന്നു, ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത്, ഇതല്ല അതല്ല എന്ന്. അതങ്ങനെ എന്തെങ്കിലും സംഭവമാണോ, സാധ്യമാണോ എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു സങ്കല്പം നമുക്ക് പറ്റുന്നില്ല, ഭാവിക്കാൻ തന്നെ, വിചാരിക്കാൻ തന്നെ നമുക്ക് പറ്റുന്നില്ല. കാരണം ഈ ലോകത്തിൽ മനസ്സിലൂടെ സങ്കല്പിച്ച
അല്ലെങ്കിൽ ബുദ്ധി ഈ അജ്ഞാനം തലത്തിലുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ജ്ഞാനം നേടാൻ വളരെ പ്രയാസമാണ്. വളരെ പ്രയാസമാണ്. അപ്പോൾ ഈ അജ്ഞാനതലത്തിൽ തന്നെ കാര്യങ്ങൾ നേടാൻ എളുപ്പമാണെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതെങ്ങനെ എളുപ്പം? SSLCയിൽ പഠിക്കാൻ പറ്റുന്നില്ല, +2 അഡ്മിഷൻ കിട്ടുന്നില്ല, ഇതിൽ കിട്ടുന്നില്ല എന്ന ആൾക്കാർ വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാ മത്സരങ്ങളും ലൗകിക തലത്തിലാണ്. പിന്നെ ഇവിടെ എന്തെങ്കിലും ജയിക്കാൻ പറ്റിയെങ്കിൽ, സാഫല്യം കിട്ടിയെങ്കിൽ അത് ലൗകിക തലത്തിൽ വളരെ എളുപ്പമാണ്. ഇത് പറഞ്ഞ് എൻ്റെ തൊട്ട് അടുത്ത് തന്നെ വളരെ ചർച്ച ചെയ്യപ്പെട്ട, ചർച്ചയ്ക്കൊരു വിഷയമായ, പ്രത്യേകിച്ച് സനാതന ധർമ്മം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ആദ്യം പറയുന്നതിനെ കുറിച്ചാണ്. പിന്നെ എല്ലാവരും ആൾക്കാർ ഈ ജാതിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ജാതി എന്ന് പറഞ്ഞാൽ തന്നെ മോശമാണ്, അത് മൊത്തത്തിൽ ഒഴിവാക്കണം എന്നൊക്കെ. അപ്പം ഒഴിവാക്കണം എന്ന് വെച്ചാൽ ജാതി എന്താണ്? വർണ്ണ വ്യവസ്ഥ. വർണ്ണം എന്ന് വെച്ചാൽ അതിന് പല അർത്ഥമുണ്ട്. ഇവിടെ ജാതി എന്നുള്ള അർത്ഥത്തിലാണ് അത് നമ്മൾ എടുക്കുന്നത്. പക്ഷെ വർണ്ണ എന്നുള്ള വാക്ക് നിറം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ വൈവിധ്യം എന്നാണ് അർത്ഥം. അപ്പൊ ഈ ശ്ലോകം ഇതിന് തൊട്ടടുത്ത് വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ കർമ്മത്തിൽ വിജയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ജാതി വ്യവസ്ഥ ഭഗവാൻ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ജാതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് ജന്മന വരുന്നതല്ല, ജനനത്തിലൂടെ തീരുമാനിക്കപ്പെടുന്നതല്ല ജാതി. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന ജാതി ജന്മത്തിലൂടെ തീരുമാനിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വിവേകാനന്ദ സ്വാമികൾ അതിനെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനെ ഒരുപാട് വിവേകാനന്ദ സ്വാമികൾ വിമർശിക്കുന്നുണ്ട്, അത് ശരിയല്ല എന്ന്. അപ്പോൾ ജാതി വേണം, പക്ഷെ എങ്ങനെ വേണം? അതെന്തുകൊണ്ടാണ് ജാതി വേണ്ടത്? ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു വ്യവസ്ഥയാണ് ജാതി. അപ്പോൾ അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ അതാണ് ഈ ശ്ലോകം എല്ലാവർക്കും അറിയാം. 4-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്ധി അകർത്താരം അവ്യയം. മയ എന്നാൽ ഗുണകർമ്മ വിഭാഗശഃ, ഗുണം കർമ്മം എന്നുള്ള ഈ വകതിരിവുകളിലൂടെ ചാതുർവർണ്ണ്യം 4 വർണ്ണങ്ങൾ അല്ലെങ്കിൽ 4 ജാതി സൃഷ്ടിക്കപ്പെട്ടു. അതായത് ഞാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, എന്നിലൂടെ ഇത് സൃഷ്ടിക്കപ്പെട്ടു. തസ്യ അതിൻ്റെ കർത്താരം, അതിൻ്റെ കർത്താവ്, അതായത് അത് സൃഷ്ടിച്ച സൃഷ്ടാവ്, അപ്പി അതും മാം ഞാൻ, അവ്യയം മാറ്റമില്ലാത്ത, അകർത്താരം ഒരു പ്രവർത്തനവുമില്ലാത്ത ഞാനാണ്, വിദ്ധി എന്നറിയൂ എന്നാണ്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? 4 തരത്തിലുള്ള ജാതി അത് എന്നാലാണ് സൃഷ്ടിക്കപ്പെട്ടത്, എന്നിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതെങ്ങനെയാണ് ഇത് സൃഷ്ടിച്ചത്? ഗുണകർമ്മ വിഭാഗശഃ, ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. ഞാൻ ഈ ജാതി വ്യവസ്ഥ സൃഷ്ടിച്ചെങ്കിലും ഞാൻ ഒന്നും പ്രവർത്തിക്കാറില്ല, എന്നിൽ ഒരു മാറ്റമില്ല എന്നുള്ളത് മനസ്സിലാക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ ജാതി വ്യവസ്ഥ ഭഗവാൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് വിചാരിക്കേണ്ട. ജാതി വ്യവസ്ഥ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ജന്മന നമ്മൾ തീരുമാനിക്കുന്ന ജാതിയല്ല. അപ്പൊ ഈ ജാതി ആവശ്യമില്ലല്ലോ എന്ന് പലരും പറയും, ജാതി വളരെ മോശമാണ് എന്ന്.
പക്ഷെ ജാതി ഇല്ലാതെ ഒരു സമൂഹവും സാധ്യമല്ല. അതെങ്ങനെ? ഇവിടെ വൈവിധ്യത്തിനെയാണ് ജാതി എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു സമൂഹം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. കുടുംബം എന്ന് വെച്ചാൽ അവിടെ ചില ആൾക്കാർ വരുമാനം തേടി പോവും. ചില ആൾക്കാർ ചിലപ്പോൾ അവർക്ക് വരുമാനം ഉണ്ടാവും, പക്ഷെ വീടിൻ്റെ കാര്യങ്ങൾ നോക്കും. വീട് നല്ല വൃത്തിയായി വെച്ചിരിക്കുന്നതും പിന്നെ കുട്ടികളെ വളർത്തുന്നതും അതൊക്കെ നോക്കും. ചില ആൾക്കാർ വീട്ടിൽ പൂജ അതൊക്കെ ചെയ്യും. അപ്പോൾ ചിലപ്പം വീട്ടിലുള്ള ആൾക്കാർ ഇതെല്ലാം ചെയ്യുമായിരിക്കും. പക്ഷെ സമൂഹത്തിൽ അങ്ങനെ ഒരേ വ്യക്തിക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം, ഒരു വ്യക്തി വിചാരിച്ചാൽ അധ്യാപനവും അതുപോലെ തന്നെ ചികിത്സയും രണ്ടും ചെയ്യാൻ പറ്റില്ല. അധ്യാപനം അപ്പോൾ അധ്യാപകർ, അപ്പോൾ അതൊരു ജീവിത രീതി. അത് തിരഞ്ഞെടുത്താൽ അപ്പോൾ ആ വ്യക്തിക്ക് പോലീസ് ആവാൻ പറ്റില്ല. ചിലപ്പോൾ പോലീസിനെ പഠിപ്പിക്കുന്ന ജോലി ചെയ്യാൻ പറ്റും, പോലീസിൻ്റെ അധ്യാപകരായിട്ട്. പക്ഷെ എല്ലാവരെയും അധ്യാപകരായിരുന്നിട്ട് പോലീസും ആവാൻ പറ്റില്ല. പിന്നെ ഒരു വ്യക്തി ഡോക്ടറായ ആ വ്യക്തിക്ക് വക്കീലാവാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമ്മൾ ഒരു ജീവിത രീതി തിരഞ്ഞെടുക്കുന്നു. അതങ്ങനെ പറ്റൂ. അതാണ് ജാതി. അത് മനസ്സിലാക്കണം. അതാണ് ജാതി. ഈ അടുത്ത കാലത്തൊരു ജാതിനെ കുറിച്ച് നല്ലൊരു പുസ്തകം അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ചിലപ്പോൾ അതിൽ പല രീതിയിലുള്ള ചിന്താഗതി ഉണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ജാതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കണം. അതായത് തെറ്റായിട്ടുള്ള ജാതി എന്താണ്, ഇങ്ങനെ ജന്മന വരുന്ന ജാതിനെ കുറിച്ചൊക്കെ സംസാരിക്കണം. അതുകൊണ്ട് പലർക്കും പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വിവേകാനന്ദ സ്വാമികളുടെ ആശയത്തിന് ഉദ്ധരിച്ചുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ എന്താ പറയുന്നത്? വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ജാതി ആവശ്യമാണ്, പക്ഷെ ഒരിക്കലും അത് ജന്മനായിരിക്കാൻ പാടില്ല. അതായത് ഒരു ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണൻ എന്നുള്ളത് ഒരിക്കലും ആയിരിക്കാൻ പാടില്ല എന്നാണ് വിവേകാനന്ദ സ്വാമികൾ വാദിക്കുന്നത്. പല സ്ഥലത്തും സ്വാമിജി അത് പറയുന്നുണ്ട്. അപ്പൊ ഈ ബുക്ക് എഴുതിയ വ്യക്തിക്ക് അതോട് യോജിപ്പില്ല. അത് പറയുന്നത് അത് ജാതി മൊത്തത്തിൽ തന്നെ ഉണ്ടാവാൻ പാടില്ല എന്ന്. അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? നമ്മളൊരു തോട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ പല തരത്തിലുള്ള പൂക്കളുണ്ട്, പല തരത്തിലുള്ള ചെടികളുണ്ട്, അത് മരങ്ങളുണ്ട്. ചില മരങ്ങൾ പഴം കൊടുക്കുന്ന മരങ്ങളുണ്ട്, വിധത്തിലും തരത്തിലും പൂക്കുന്ന മരങ്ങളുണ്ട്. ചില മരങ്ങൾ, ചില ചെടികളുടെ ഇല വേറെ നിറങ്ങളുള്ള, വേറെ തരത്തിലുള്ള, പല രൂപത്തിലുള്ള ഇലകളുള്ള ചെടികളുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരേപോലെ ആകണം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. അതാണ് ജാതി എന്ന് പറയുമ്പോൾ ഇവിടെ ഭഗവത്ഗീതയിൽ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് അത് മനസ്സിലാക്കണം. അപ്പൊ ചില ആൾക്കാർ ജാതി എന്ന് പറഞ്ഞാൽ തന്നെ മോശമാണ്, ഒരിക്കലും ജാതി ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന പോലെ അത് ഒരു ജാതി ചിന്തയാണ്. അങ്ങനെ ഒരിക്കലും പറ്റില്ല. വൈവിധ്യം എപ്പോഴും ഉണ്ടാകും. വൈവിധ്യം പ്രകൃതിയുടെ രീതിയാണ്, പ്രകൃതിയുടെ സ്വഭാവമാണ്. അപ്പൊ ഈ ജാതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ എന്താ പറയുന്നത്? ഗുണകർമ്മ വിഭാഗശ ചാതുർവർണ്ണ്യം, 4 തരത്തിലുള്ള ജാതി. എന്താണ്? ബ്രാഹ്മണ. അപ്പൊ ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ എന്താ? അധ്യയനം, അധ്യാപനം, അറിവും ജ്ഞാനത്തിനെയും തേടി നടക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണൻ. സ്വന്തം സ്വരൂപം എന്താണ്, ഈ ലോകത്തിന്റെ പ്രകൃതി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണൻ. അപ്പോൾ ബ്രാഹ്മണൻ. പിന്നെ ക്ഷത്രിയൻ. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിനെ കാത്തുരക്ഷിക്കാനും അതിലെ ഒരു ഭരണഘടന, അതല്ലെങ്കിൽ അതിനെ ശരിക്കും ഭരിക്കാനുള്ള ഒരു വ്യവസ്ഥ കണ്ടെത്താനും ശ്രമിക്കുന്ന വ്യക്തികളാണ് ക്ഷത്രിയന്മാർ. പിന്നെ വരുന്നത് വൈശ്യ. വൈശ്യ എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും ലഭ്യമാകണം, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടണം എന്നുള്ളതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ കച്ചവടമായി ചെയ്യുന്ന വ്യക്തിയാണ് വൈശ്യൻ. പിന്നെ ശൂദ്രൻ. എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള സേവനങ്ങൾ ലഭ്യമാകണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് ശൂദ്രൻ. അങ്ങനെ നോക്കിയപ്പോൾ മിക്കവാറും ആൾക്കാരെല്ലാം ശൂദ്രനാണ്. എല്ലാ സർവീസ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. മൊബൈൽ ആവട്ടെ, എല്ലാം
സോഫ്റ്റ്വെയർ എല്ലാം. അപ്പോൾ ഇതിലിപ്പോ ശൂദ്രന്മാരെന്ന് വെച്ചാൽ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ക്ഷത്രിയന്മാരെന്ന് വെച്ചാൽ മെച്ചമാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും ആവശ്യമുണ്ട്. അതാണ് ഇവിടെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. പക്ഷെ ഇതൊക്കെ സൃഷ്ടിച്ച് ഞാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവർത്തനവും ചെയ്യുന്നില്ല, ഞാൻ പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തന അതീതമായിരിക്കുന്ന ഞാനാണ് ഈ ലോകത്തിൽ ഉള്ള വിവിധ തരത്തിലുള്ള ഗുണങ്ങളും പ്രവർത്തനങ്ങളും ആശ്രയിച്ച് ഞാൻ അതിനെ 4ആയി വിഭജിച്ചിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഇവിടെ നമ്മൾ കുറച്ച് ഉപനിഷത്തിലേക്ക് പോയാൽ ഛാന്തോഗ്യ ഉപനിഷത്തിൽ വരുന്ന എല്ലാവർക്കും അറിഞ്ഞ ഒരു സംഭവം അത് നമ്മളിവിടെ ഓർക്കണം. കാരണം ജാതി എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് കാലത്തിൽ അല്ലെങ്കിൽ വേദകാലത്തിൽ സനാതനധർമ്മം ജാതിനെ എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണമല്ലോ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം. ഒരു പയ്യൻ, ഒരു ബാലകൻ ഗുരുവിൻ്റെ അടുത്ത് പോകുന്നു. ഗുരുവെ എനിക്ക് വേദം പഠിപ്പിച്ചു തരുമെന്ന് പറയുന്നു. അപ്പോൾ ഗുരു പറയുന്നു, ഓ നിന്റെ അച്ഛൻ ആരാണ് എന്ന് പറ. അപ്പോളേ അതായത് ബ്രാഹ്മണന് മാത്രമേ ഞാൻ വേദം പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. ജന്മനാ ജാതി തീരുമാനിക്കുന്ന പ്രവണത അന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ടാണ് ഈ ഗുരു ചോദിക്കുന്നത് പയ്യനോട് അച്ഛൻ്റെ പേര് പറയാന്ന്. അപ്പൊ അതിന് വേണമെങ്കിൽ ഒരു യുക്തി എന്താണ്, കാരണം എന്താണ്? ഒരു വീട്ടില് വക്കീലിന്റെ വീട്ടിൽ ജനിക്കുന്ന കുട്ടി ചെറുപ്പം മുതലെല്ലാം വക്കീൽമാരെ ചെയ്യുന്നതൊക്കെ കണ്ട് അവർക്കൊരു ശീലമാകുന്നു. ആ വക്കീലിന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവുമെന്ന്. അതാണ് അവിടെ യുക്തി. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതല്ല പറയുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ശരിയല്ല. ജന്മന ജാതിനെ നിർണയിക്കുന്നത്, തീരുമാനിക്കുന്നത് ശരിയല്ല. ഏതായാലും അപ്പൊ ഈ ഗുരുവിൻ്റെ അടുത്ത് ഈ പയ്യൻ പോകുമ്പോൾ പറയുന്നു അച്ഛൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ ആ ബാലകൻ പറയുന്നു എനിക്ക് അച്ഛൻ്റെ പേര് അറിയില്ല, എൻ്റെ അച്ഛൻ ആരാന്ന് എനിക്കറിയില്ല. അപ്പോ ഗുരു പറയുന്നു, ഓ അപ്പൊ നീ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് വാ. അപ്പോ എന്നാ ഞാനത് നിന്നെ പഠിപ്പിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നു. അമ്മയുടെ അടുത്ത് ഈ ബാലകൻ പോകുന്നു. അമ്മേ എൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കുറേ ആൾക്കാരിന് സേവനം ചെയ്തു, അങ്ങനെ ഉണ്ടായതാണ് നീ. അപ്പൊ എനിക്ക് അറിയില്ല നീ ആരുടെ മകനാണെന്ന്. അപ്പൊ അമ്മയ്ക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോ ബാലകൻ വീണ്ടും ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നു എൻ്റെ അമ്മയ്ക്ക് അറിയില്ല ആരാണ് അച്ഛൻ. അപ്പോ ആ ഗുരു പറയുന്നു ഒരു വ്യക്തിനെ കുറിച്ച് ഇത്രയും മോശമായ സത്യം തീരെ ഒരു ചമ്മലും നാണവും ഇല്ലാതെ പറയുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ. അതുകൊണ്ട് ഞാൻ നിനക്ക് വേദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ അവിടെ ഗുണത്തിനെ ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ ആ ബാലകന്റെ ജാതി ഗുരു തിരിച്ചറിയുന്നത്. പിന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ ഈ ബാലകൻ വലുതായി ഋഷിയാകുന്നു. ആ ഋഷിയുടെ പേരാണ് സത്യകാമ. പക്ഷെ ഇത് ഇവിടെ മാത്രം നിർത്തുന്നില്ല. അപ്പൊ നമ്മുടെ വൈദിക കാലത്തിൽ അല്ലെങ്കിൽ വേദങ്ങളിൽ ജാതിന്റെ വേറെ തന്നെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ആ സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഋഷിയുടെ മുഴുവൻ പേര് ജാബാല സത്യകാമ എന്നായിരുന്നു. ജാബാല എന്ന് പറയുന്നത് അമ്മയുടെ പേരാണ്. അപ്പൊ ഇന്ന് പലരും പറയുന്നില്ല ഇപ്പൊ അമ്മയുടെ പേരൊക്കെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പേരൊക്കെ വെച്ചിട്ട് 2 സർനെയിം ഉണ്ടാവും. അപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് സക്സേന ശർമ്മ അല്ലെങ്കിൽ ഇങ്ങനെ 2 ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് വളരെ ആധുനിക വഴിയാണ് എന്താ അമ്മയുടെ പേരൊക്കെ വെക്കുന്നത്. അത് പണ്ട് ഉപനിഷത്ത് കാലത്തിൽ ഉണ്ടായതാണ്. അപ്പൊ ഈ ജാതി കാരണം കൊണ്ട് ഒരാളിനെ മാറ്റി വെക്കുന്നതും ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും കുറവാണ്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു നമ്മുടെ കേരളം വന്ന് സ്വാമിജി കണ്ടിട്ട് സ്വാമിജി പറയുന്നു ഇതെന്ത് വിഡ്ഢിത്തമാണിത്, എന്ത് വിഡ്ഢിത്തമാണ്. എന്താണ് വിഡ്ഢിത്തം? അതായത് ഒരു വ്യക്തി താഴ്ന്ന ജാതിയാണെന്ന് പറഞ്ഞ് ആ വ്യക്തിൻ്റെ അടുത്ത് ആരും സംസാരിക്കുന്നില്ല. ആ വ്യക്തി നടന്നു പോകുമ്പോൾ എല്ലാവരും മാറി നിൽക്കുന്നു, ഓടിപ്പോകുന്നു. പക്ഷെ പിറ്റേന്ന് തന്നെ ആ വ്യക്തി പോയി ക്രിസ്ത്യാനിയായി മതം മാറി വരുമ്പോൾ
എല്ലാവരും കൈ കുലുക്കി ഹലോ ഹലോ എന്ന് പറയുന്നു. അപ്പോൾ ഇതെന്തൊരു വിഡ്ഢിത്തമാണെന്ന് സ്വാമിജി പറയുന്നുണ്ട്. അത് മലബാറിനെ കുറിച്ച് തന്നെയാണ്, അതായത് കേരളത്തിനെ കുറിച്ച് തന്നെയാണ് സ്വാമിജി പറയുന്നത്. പിന്നെ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാലോ, ഇതൊരു പ്രാന്താലയം പോലെ ഇങ്ങനത്തെ, അവിടെ തന്നെയാണ് സ്വാമിജി പറയുന്നത്, ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു പ്രാന്താലയത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ സാധിക്കുള്ളൂ എന്ന് സ്വാമിജി പറയുന്നു. അപ്പോ ഇവിടെ ഈ ജാതി എന്ന് പറയുമ്പോൾ ജാതി ആവശ്യമാണെന്ന് പറയുന്നതിനേക്കാളും ജാതി അല്ലാത്ത ഒരു വ്യവസ്ഥ സാധ്യമല്ല, അങ്ങനെയാണ് പറയേണ്ടത്. ജാതി അല്ലാത്ത, ഇപ്പോൾ ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു കോളേജ്, യൂണിവേഴ്സിറ്റി എടുത്താലും അവിടെ പല വിഭാഗങ്ങളുണ്ട്, പല പ്രൊഫസേഴ്സ് ഉണ്ട്, ലെക്ചറേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് വൈവിധ്യമില്ലാത്ത ഒരു ലോകം അസാധ്യമാണ്. അങ്ങനെ മനുഷ്യ സ്വഭാവത്തിന്റെ വൈവിധ്യത്തിനെ ആശ്രയിച്ചാണ് ഈ ജാതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിലുള്ള പ്രശ്നം എന്താണ്, നമ്മളിത് മനസ്സിലാക്കാതെ എല്ലാവരും ഡോക്ടർ ആകണം, എല്ലാവരും എഞ്ചിനീയർ ആകണം എന്ന് പറഞ്ഞത് കൊണ്ട് വരുന്ന പ്രശ്നമാണ്. അതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറിന് ശരിക്കും ചികിത്സിക്കാൻ അറിയുന്നില്ല. കാരണം അത് ഡോക്ടർ ആകാൻ യോഗ്യത ഇല്ലാത്ത വ്യക്തിയും ഡോക്ടർ ആയാൽ മാർക്ക് മാത്രമല്ലല്ലോ എല്ലാം, അവർക്ക് ആ സ്വഭാവമില്ല, ആ ഗുണമില്ല. അതുപോലെ എഞ്ചിനീയർ ആകാൻ യോഗ്യത ഇല്ലാത്ത ആൾക്കാരൊക്കെ എഞ്ചിനീയർ ആയാൽ എന്താവും, പാലങ്ങളൊക്കെ പൊളിക്കും, പിന്നെ റോഡൊക്കെ ഇല്ലാതാവും, അങ്ങനെ. അപ്പോൾ ജാതി എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, സ്വഭാവത്തിലുള്ള വൈവിധ്യം, അതാണ്, അത് വേണം. പക്ഷെ ഒരു വ്യക്തിയെ അവരുടെ ജന്മം കൊണ്ട് മാറ്റി നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഖേദകരമായ വിഷയം, ഇന്നും നമ്മുടെ രാജ്യത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഈ ഡോക്ടർ BR അംബേദ്കർ സംവരണം വേണം എന്ന് പറഞ്ഞ് സംവരണമൊക്കെ ഉണ്ടാക്കി. അപ്പൊ അതിലെന്താണ്, സംവരണം അർഹിക്കാത്ത, അതൊന്നും ആവശ്യമില്ലാത്ത ആൾക്കാർ കുറച്ച് കൈകൂലി കൊടുത്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അതിൽ അവർ ജോലി കിട്ടുന്നുണ്ട്. അങ്ങനെയുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ സംവരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആർക്കൊക്കെ സംവരണമുണ്ടോ അവർക്ക് കൂടുതൽ സീറ്റ് പോകുന്നതും, ഈ സംവരണമില്ലാത്ത സോ കോൾഡ് ഫോർവേഡ് ജാതി, അതായത് മുന്നോക്ക ജാതി, പിന്നോക്ക ജാതിയല്ല, മുന്നോക്ക ജാതി, അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു അവസരവും കിട്ടാതെ പോയി. ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ സംവരണം കൊടുക്കണം, അങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി. അപ്പൊ ആരടുത്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയും, ഞാൻ ഈ ഫോർവേഡ് കാസ്റ്റ് അല്ലേ സ്വാമിജി, അതുകൊണ്ട് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അതെന്താ ജീവിതം, നിങ്ങൾക്ക് ജീവിതം നന്നാവണ്ടല്ലേ? കാരണം ഇവിടെ റിസർവേഷൻ, അപ്പോൾ 30% സീറ്റേ കിട്ടുള്ളൂ, അപ്പോൾ അതിൽ നല്ല മത്സരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം സ്വാമിജി ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഇത് പറയുന്നു, നമ്മൾ ഒരു വ്യക്തിനെ സമൂഹത്തിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ ആ വ്യക്തിനെ മാറ്റി വെക്കുന്നത് മാത്രമല്ല ചെയ്യുന്നത്, ആ സമൂഹത്തിന് ഒരു ശത്രുവിനെയും നമ്മൾ സൃഷ്ടിക്കുന്നു എന്നാണ്. ഈ ജാതിനെ കുറിച്ച് പറഞ്ഞാൽ എവിടെ തുടങ്ങണം എവിടെ തീർക്കണം എന്നാണ്. ജാതി എന്ന് പറയുന്ന ആ ഒരു ആശയം, അതായത് ജന്മനാ ജാതിയുള്ള ആശയം, ഇവിടെ ഒരിക്കലും ഭഗവാൻ ശ്രീകൃഷ്ണൻ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ഓരോ ജാതി, അതായത് കുറച്ച് മികച്ച ജാതിയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ അതിനേക്കാളും താഴ്ന്ന ജാതി എന്ന് വിചാരിക്കുന്നവരെ വെറുക്കണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഒരു ജാതി വേറൊരു ജാതിനേക്കാളും മികച്ചതാണെന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. 4 ജാതിയായി പിരിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഈ വെറുപ്പ്, ആ വെറുപ്പ് നമ്മളിവിടെ കാണുന്നു. വളരെ അത്ഭുതം തോന്നിപ്പിക്കുന്ന രീതിയിൽ അദ്വൈത വേദാന്തം പ്രചരിപ്പിച്ച ഭഗവത്പാദ ശങ്കരാചാര്യദേവന്റെ ജീവിതത്തിൽ തന്നെ കാണും. ശങ്കരാചാര്യദേവൻ ഇതെല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ശങ്കരാചാര്യദേവൻ കുളിച്ചിങ്ങനെ കാശിയിൽ ഗംഗ കടവിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ അവിടെ ഒരു ചണ്ടാലനെ കാണുന്നു അത്ര. അപ്പൊ ചണ്ടാലൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മൃഗങ്ങളുടെ മാംസത്തിനൊക്കെ വെട്ടി
പിന്നെ അവരുടെ ഈ തൊലിയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ അടുത്ത് എപ്പോഴും ഇത് മാംസം ഉണ്ടാവും, ഇതുണ്ടാവും, പിന്നെ പട്ടിയൊക്കെ ഉണ്ടാവും, നായ ഉണ്ടാവും, അഴുക്കായിരിക്കും, ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ ആ ചണ്ടാലൻ വരുമ്പോ ദൂരം ഗച്ഛ മാറിപ്പോ എന്ന് പറയുന്നു. എന്തായാലും ഒരു നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ച ആളല്ലേ, അപ്പോ അതിന്റെ ഒരു ഇത് തന്നെ വരുന്നു. ആഭിജാത്യം അല്ലെങ്കിൽ ഈ വലിയ കുടുംബത്തിൽ ജനിച്ചതാണ് എന്നുള്ള ചെറുപ്പം മുതൽ കിട്ടിയിരിക്കുന്ന പരിശീലനം, അത് അദ്വൈത വേദാന്തമൊക്കെ പ്രചരിപ്പിച്ച ആചാര്യനാണെങ്കിലും അത് വന്നു പോകുന്നു. അപ്പൊ അങ്ങനെ ദൂരം ഗച്ഛ മാറിപ്പോ എന്ന് പറയുമ്പോൾ ആ ചണ്ടാലൻ ചോദിക്കുന്നു, ആരിൽ നിന്ന് മാറിപ്പോകാൻ പറയുന്നു? അന്നമയാത് അന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് കിം ബ്രൂഹി ദൂരം ഗച്ഛ ഇതി. നീ ആരിനെയാണ് നിങ്ങൾ മാറിപ്പോകാൻ പറയുന്നത്? ആ അന്നമയ കോശത്തിൽ നിന്ന്, അതായത് ആ ശരീരത്തിൽ നിന്ന് ഈ ശരീരത്തിനെയാണോ മാറിപ്പോകാൻ പറയുന്നത്? അല്ലെങ്കിൽ ചൈതന്യമേവ ചൈതന്യാത്, ആ ചൈതന്യത്തിൽ നിന്ന്, ആ ആത്മാവിൽ നിന്ന് ഈ ആത്മാവിനെയാണോ മാറിപ്പോകാൻ പറയുന്നത്? രണ്ടിനും അർത്ഥമില്ല. കാരണം അതിലും അത് തന്നെയാണ്, അതിലും മൂത്രം, മലം, ഇതൊക്കെ തന്നെയാണ്, ഇതിലും അത് തന്നെയാണ്. അതിന് ചൈതന്യമാണെങ്കിൽ അതും ചൈതന്യത്തിൽ ചെയ്യണം. അപ്പൊ എവിടുന്നാണ് നിങ്ങൾ ഈ വകതിരിവ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരമായിട്ട് ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ 5 പാരഗ്രാഫുള്ള 5 ഖണ്ഡിക ഉള്ള അത്ഭുത സ്തോത്രം അവിടെ തന്നെ പറയുന്നു, മനീഷ പഞ്ചകം എന്ന് പറഞ്ഞിട്ട്. അതാണ് അവിടെ പറയുന്നത്. അപ്പോ ഇത് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, സമൂഹത്തിൽ ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ പോലും ഈ ജാതിനെ, ആ ജാതിന്റെ ഭാവം ഭഗവത്പാദ ശങ്കരാചാര്യദേവന്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നു. ആ സമൂഹത്തിന്റെ സ്വാധീനം മാത്രമല്ല, ഭഗവത്പാദ ശങ്കരാചാര്യദേവന്റെ അമ്മ അന്തരിക്കുമ്പോൾ സന്യാസീനെ എങ്ങനെ സമൂഹം കണ്ടു? അതായത് ഒരു ജാതിയിലും പെടാത്ത ഒരു ജാതി ആൾക്കാരാണെന്ന് പറയില്ലേ, അതുപോലെ ഒരു ജാതിയിലും പെടാത്ത ഇത് ഏതോ ഒരു ജാതി ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവര് ഭഗവാന്റെ അമ്മയിനെ വേണ്ടത്ര രീതിയിൽ, ശരിക്കുള്ള രീതിയിൽ സംസ്കരിക്കാത്തത് കൊണ്ട് ഒരു സന്യാസി, അതായത് കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചു വെച്ചിരിക്കുന്ന സന്യാസി ആയിരുന്നും ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ തന്നെ അമ്മയുടെ സംസ്കാരങ്ങളും ആ ചടങ്ങൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പൊ അവിടെയും ഒരു ജാതിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ ജാതി, ആ കേരളത്തിൽ തന്നെ ജനിച്ച രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷന്റെ 13ാമത്തെ അധ്യക്ഷനായിരുന്ന രംഗനാഥാനന്ദ സ്വാമികൾ, അദ്ദേഹം ചെറുപ്പത്തില് ഈ വലിയ തറവാടിലൊക്കെ ജോലി ചെയ്യാൻ പണിക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഇവരുടെ വീട്ടിലൊന്നും കേട്ടില്ല, വീട്ടിനകത്തൊന്നും കേട്ടില്ല. അവർക്ക് ഭക്ഷണം പോലും ഇങ്ങനെ പുറത്ത് തന്നെ കൊടുക്കും. പക്ഷെ അവരാണ് എല്ലാ വർക്കും ചെയ്യുന്നത്, എല്ലാ ജോലിയും അവരാണ് ചെയ്യുന്നത്. ആ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പാത്രമൊക്കെ കഴുകി കൊണ്ടുവന്ന, എന്നിട്ട് അതിൽ വെള്ളമൊക്കെ തെളിച്ചിട്ടേ എടുക്കുള്ളൂ. അതൊക്കെ ഈ രംഗനാഥാനന്ദ സ്വാമിജി കണ്ടു. എന്നിട്ട് വീട് ഉപേക്ഷിച്ച് വരുമ്പോൾ അവര് ആ വീട്ട് ജോലിയൊക്കെ ചെയ്തിരുന്ന ആൾക്കാര് സ്വാമിജീനെ പിടിച്ച് കരഞ്ഞു, അയ്യോ അങ്ങനെ ഇനി പോകുന്നല്ലോ എന്ന്. അപ്പോ അതും അവിടെയും ജാതി. വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു, വിവേകാനന്ദ സ്വാമികൾ ബാലകനായിരിക്കുമ്പോൾ ഹുക്ക, ഓരോ ജാതിയിലും വേറെ വേറെ ഹുക്ക വെച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ വേറെ വേറെ ഹുക്ക വെച്ചിരിക്കുമ്പോൾ ഒരു ദിവസം നരയൻ പോയി എല്ലാവർക്കും വലിച്ചു നോക്കുന്നു. അപ്പൊ എന്തിനാണ് ഇത് ഓരോ ആൾക്കാർക്കും ഇങ്ങനെ ഓരോ വകുപ്പിനും വേറെ വേറെ ഹുക്ക? കാരണം അന്ന് സമൂഹത്തില് അങ്ങനെ വെച്ചേ പറ്റുള്ളൂ. കാരണം വേറെ ആരെങ്കിലും വന്ന് ആ ഹുക്ക അവര് കഴിക്കില്ല. താഴ്ന്ന ജാതി, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയല്ല, ഉയർന്ന ജാതിയിൽ ഉള്ള വ്യക്തി വലിച്ചിരിക്കുന്ന ഹുക്ക അവര് വേറെ താഴ്ന്ന ജാതി ആൾക്കാര് അവര് അത് ഒരിക്കലും അത് കുടിക്കില്ല. അപ്പോ ഈ ജാതി എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പോഴും ഉത്തരാഖണ്ഡില് മായാവതിയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഈ ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവന്റെ
ജന്മദിനത്തിനും അതുപോലെ തന്നെ ശാരദാദേവി മാതൃദേവിയുടെ ജന്മദിനം, ജയന്തി, പിന്നെ വിവേകാനന്ദ സ്വാമികളുടെ ജയന്തി. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും അടുത്തുള്ള ആൾക്കാരിനൊക്കെ വിളിച്ച് അവിടെ ചെറിയൊരു സദ്യ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു പൂരി, ആലൂദം ഇങ്ങനെയൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെയും അവിടുത്തെ ബ്രാഹ്മണന്മാർ അവർ വേറെ തന്നെ കഴിക്കും. അവർ ഒരുമിച്ചിരുന്ന് കഴിക്കില്ല. നമ്മൾ നിർബന്ധിച്ച് അവർ പിന്നെ കഴിക്കാതെ പോകും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ജാതി ഇത്രയ്ക്കും കൂടുതൽ അന്ധമായി നമ്മൾ പറയുന്ന ആ വ്യവസ്ഥയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന വ്യവസ്ഥ അത് ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. കാരണം വൈവിധ്യം പ്രകൃതിയിൽ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഉണ്ടെങ്കിൽ ഈ ജാതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്ന ജാതി പോലെ മനസ്സിലാക്കണം. ശാസ്ത്രത്തിൽ എന്താണ് ജാതി? ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നൊക്കെ പറയും. അപ്പോൾ ഹോമോ സേപ്പിയൻസ് സേപ്പിയൻസ് അതാണ് മനുഷ്യന്റെ ശരിക്കുള്ള മനുഷ്യ ഇനത്തിന്റെ ശരിക്കുള്ള പേര്, ശാസ്ത്ര പേര്. ഹോമോ സേപ്പിയൻസ് സേപ്പിയൻസ് 2 പ്രാവശ്യം വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അതായത് മനുഷ്യന്മാർ തമ്മിൽ തന്നെ ചില ആൾക്കാർക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് പാടത്തിൽ പോയി പണിയാൻ ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാരിനെ ഭരിക്കാൻ ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർക്ക് സേവനം ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ ആ രീതിയിൽ 4 ജാതി ഉണ്ട് എന്ന്. അപ്പോൾ ഇത് പറയുമ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറയുന്നു ഇത് അനിവാര്യമാണ്, ഒരിക്കലും ഇതിനെ മാറ്റാൻ പറ്റില്ല. പക്ഷേ മനുഷ്യൻ തമ്മിൽ വകതിരിവ് കാണാൻ ഇത് ഒരു കാരണമാകാൻ പാടില്ല. മനുഷ്യനെ കൊല്ലാനും മനുഷ്യനെ പീഡിപ്പിക്കാനും മനുഷ്യന്റെ ചൂഷണം ചെയ്യാനും ഒരിക്കലും ജാതി എന്ന് നമ്മൾ അതിനൊരു കാരണമാക്കാൻ പറ്റില്ല എന്നാണ് സ്വാമിജി പറയുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. ശുഭരാത്രി. ശുഭരാത്രി. എല്ലാവർക്കും ശുഭരാത്രി.